ഹായ് ഓൾ, ഇന്ന് നമുക്കൊരു നാടൻ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു അവിയൽ ഉണ്ടാക്കിയാലോ. ആദ്യം ചട്ടിയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇടണം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഉപ്പ് ചേർക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് ഒരു 1/2 മുതൽ 3/4 ഗ്ലാസ് വരെ വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. അത് സൈഡിലിരുന്ന് വേവുമ്പോഴത്തേക്കും ജസ്റ്റ് ഇടയ്ക്കൊന്ന് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം. ഞാനൊന്ന് ജസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടുണ്ട് ഇതിനിടയ്ക്ക്. എന്നിട്ട് അതിന് നന്നായിട്ട് അടച്ചു വെച്ചു. ഇനി നമുക്ക് അരപ്പിനുള്ള ആദ്യം കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കേണ്ടി വരും. അതാണ് ആദ്യം കറിവേപ്പില, പിന്നെ ഒരു 10 തൊട്ട് 12 കൊച്ചുള്ളി വരെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. എരി കൂടുതൽ വേണമെങ്കിൽ നമുക്ക് 1 പച്ചമുളക് കൂടി ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ ജസ്റ്റ് 2 പച്ചമുളക് മാത്രമേ ആഡ് ചെയ്തുള്ളൂ. എന്നിട്ട് ഒരു ഹാഫ് ടീസ്പൂൺ ജീരകം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് ഇത്രയും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് നമ്മൾ എടുക്കണം. ഇതാണ് അതിൻ്റെ ടേസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് തേങ്ങ ചിരണ്ടിയതിടാം. ഞാനൊരു 2 പിടി തേങ്ങ ചിരണ്ടിയതിട്ടിട്ടുണ്ട്. ഞാനൊരു ചെറിയ ക്വാണ്ടിറ്റി അവിയലാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ. എന്നിട്ട് അതിന് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി നമ്മുടെ മിക്സിയിൽ. എന്നിട്ട് ജസ്റ്റ് ക്രഷ് ചെയ്ത ആ അരപ്പ് നമ്മൾ ആദ്യം പച്ചക്കറിയൊക്കെ ഒന്ന് വെന്തോന്ന് നോക്കണം നന്നായിട്ട്. ആ വേവൊക്കെ ഒന്ന് സെറ്റാകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം വേവ് എത്രയായെന്ന്. എന്നിട്ട് നമുക്ക് ഈ വെച്ചിരിക്കുന്ന അവിയലിൻ്റെ അരപ്പ് ജസ്റ്റ് ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ യൂസ് ചെയ്യുന്ന സ്പൂൺ, ഞാനിപ്പോൾ തടിയുടെ ഒരു സ്പൂണാണ് യൂസ് ചെയ്തതെങ്കിലും അത് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് ഉടഞ്ഞു പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ സാധാ ചെറിയ സ്പൂണിട്ടാണെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം കുറച്ച് നേരം. എന്നിട്ട് നമ്മൾ കുറച്ച് നല്ല ഫ്രഷ് കറിവേപ്പിലയും പിന്നെ നല്ല നാടൻ തൈര് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഈ നമ്മുടെ വെജിറ്റബിൾസ് ഒന്നും ഉടയാതെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് നല്ല പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് തീ ഓഫ് ചെയ്യാം. നല്ല കിടിലൻ ഒരു അവിയലാണ്. എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യണം. എസ്പെഷ്യലി ബാച്ചിലേഴ്സ് എന്തായാലും ട്രൈ ചെയ്തേക്കണം. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ ടേൽസ് ബൈ ചക്കി. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.